Hey guys, welcome back to EduPod. പ്രകാശം പ്രതിപദിക്കുമ്പോൾ when light reflects എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ ചെറിയ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തു പോവുകയാണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ. സോ തന്നിരിക്കുന്ന റേ ഡയഗ്രത്തിലെ പതനരശ്മി ഏതാണ്, പ്രതിപതന രശ്മി ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നോക്കണേ, ഈ റേ ഡയഗ്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എവിടെയാണോ പ്രകാശം വന്നു പതിക്കുന്നത് അത്തരത്തില് വന്നു പതിക്കുന്ന പ്രകാശരശ്മിയെ നമ്മൾ പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? സോ നമുക്ക് പറയാം ഇവിടെ പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ ആണോ? റെഡി ആണ്. ഇനി ഇവിടെ പ്രതിപതന രശ്മി ഏതാ? പ്രകാശരശ്മികൾ അല്ലെങ്കിൽ ലൈറ്റ് റേസ് വന്ന് ഇടിച്ചു കഴിഞ്ഞാല് പതിച്ചു കഴിഞ്ഞാല് അവിടെ പ്രതിപതനം സംഭവിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രതിപതനം സംഭവിക്കുന്ന ഇവിടെ ബി എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള റേ ആണ് റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ പ്രതിപതന രശ്മി. സോ പ്രതിപതന രശ്മി എന്ന് പറയുന്നത് ബിയും പതനരശ്മി എന്ന് പറയുന്നത് എയുമാണ്. ഓക്കെ ആണോ? റെഡിയാണ്. സോ പതനത്തിനെയും അതായത് വന്ന് പതിക്കുന്ന പതനരശ്മികളെയും തിരിച്ച് പ്രതിപതനം സംഭവിച്ച് പോകുന്ന പ്രതിപതന രശ്മികളെയും ഒക്കെ നമ്മളൊരു നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അത്? അവരെ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. എന്താ? പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. എന്താ ഈ പതന കോൺ എന്ന് പറഞ്ഞാല് നോർമൽ അല്ലെങ്കിൽ ലംബവുമായിട്ട് ഉണ്ടാക്കുന്ന കോണളവിനെയാണ് നമ്മൾ പതന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഈ പതന കോണും അതുപോലെ തന്നെ പ്രതിപതന കോണും തുല്യമായിരിക്കും. എന്താ മക്കളെ ഈ പ്രതിപതന കോൺ എന്ന് പറഞ്ഞാല്? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രതിപതന രശ്മിയും അതായത് റിഫ്ലക്റ്റഡ് റേയും ഈ നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ പ്രതിപതന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. സോ നമുക്ക് പറയാം ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഇംഗ്ലീഷിൽ പറയട്ടെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. രണ്ടാമതായിട്ട് പറഞ്ഞു വെക്കുന്നു ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഇവിടെയുള്ള നോർമലും ഒരേ പ്ലെയിനിലാണ്. എന്താ സംഭവം? ഒരു ബുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞ് ആ ബുക്കിന് മുകളിലേക്ക് നമ്മൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ വരക്കുന്ന ഇൻസിഡന്റ് റേയും പോകുന്ന റിഫ്ലക്റ്റഡ് റേയും നമ്മൾ അവിടെ വരച്ചിരിക്കുന്ന ലംബം അല്ലെങ്കിൽ നോർമലും എല്ലാം ഒരേ പ്ലെയിനിലാണ്, ഒരേ തലത്തിലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. സോ നമുക്ക് പറയാം ലോസ് ഓഫ് റിഫ്ലക്ഷന്റെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ. സോ ഈ ഒരു ചാപ്റ്ററിനകത്ത് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഇത്രേ പറയുന്നുള്ളൂ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കാം ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അവിടെ നമ്മൾ വരക്കുന്ന നോർമലും എല്ലാവരും ഒരേ പ്ലെയിനിലാണുള്ളത്, ഒരേ തലത്തിലാണ്. ക്ലിയർ അല്ലേ? റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ചോദ്യം ഇതാണ്. സമതല ദർപ്പണത്തിൽ പ്രതിബിംബം കാണപ്പെടുന്നത് ഇങ്ങനെയാണല്ലോ. എങ്ങനെയാ സമതല ദർപ്പണത്തിൽ പ്രതിബിംബം ഉണ്ടാവുന്നത്? നമ്മൾ സമതല ദർപ്പണത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മിററിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വലത് കൈ ഉയർത്തി കഴിഞ്ഞാല് അവിടെ കണ്ണാടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇടത് കൈ ഉയർന്നു നിൽക്കുന്നതായിട്ടാ. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടാകുന്നത്? ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. എന്താ മക്കളെ ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര്? ഈ പ്രതിഭാസത്തിന് നമ്മൾ വിളിക്കുന്നത് ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ്. എന്താ വിളിക്കുക? ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? സോ ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം എന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഫിനോമിനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. ആംബുലൻസിലെ ലെറ്ററുകൾ തലതിരിച്ചെഴുതാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത ചോദ്യം ഇതാണ്. സാം ഷൈൻസ് എ ലേസർ ബീം ഓൺ ടു എ ഫ്ലാറ്റ് മിറർ അറ്റ് ആൻ ആംഗിൾ. He observed that the beam bounces off the mirror at a different angle. The bouncing back of light is called. എന്താ ചോദ്യം? പ്രകാശ വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതിനെ എന്താ വിളിക്കുന്നത് എന്നാ ചോദ്യം. പ്രകാശം ഒരു വസ്തുവിൽ പോയി തട്ടിക്കഴിഞ്ഞാല് അവിടെ പ്രകാശത്തിന് എന്താ സംഭവിക്കുക? പ്രതിപതനമാണ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആണെന്ന് പറഞ്ഞു വെക്കാം. സോ നമുക്ക് പറയാം പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു പോകുന്നതിനെ പ്രതിപതനം എന്ന് പേരിട്ട് വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? സോ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനത്തിനെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ലേസർ ഹിറ്റ്സ് ദ മിറർ അറ്റ് 30 ഡിഗ്രി ആംഗിൾ വാട്ട് വിൽ ബി ദ ആംഗിൾ ഓഫ്
റിഫ്ലക്ഷൻ. നമ്മൾ നേരത്തെ ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ പഠിച്ചു വെച്ചു ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കും. സോ ഇവിടെ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്ര തന്നെ ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചിട്ടുള്ളത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ഐ എന്ന് എടുത്താല് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനെ ആർ എന്നും എടുത്താല് നമുക്ക് പറയാം ഐയും ആറും തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നോക്കണേ, അടുത്ത ചോദ്യം ഇതാണ്. Can you explain what law of reflection says about the angle to which the light hits the mirror and the angle at which it reflects? എന്താ ചോദ്യം? മലയാളത്തിൽ വായിക്കാം. പ്രകാശം കണ്ണാടിയിൽ പതിക്കുന്ന കോണിനെ കുറിച്ചും അത് പ്രതിപതിക്കുന്ന കോണിനെ കുറിച്ചും പ്രതിഫലന നിയമം എന്താണ് പറയുന്നത്? എന്താ പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും, അതായത് പതന കോണും അതുപോലെ തന്നെ പ്രതിപതന കോണും തുല്യമാണെന്ന് പറയുന്നു. പതനരശ്മിയും പ്രതിപതന രശ്മിയും നമ്മളവിടെ വരക്കുന്ന ലംബവും എല്ലാവരും ഉള്ളത് ഒരേ തലത്തിലാണ് അല്ലെങ്കിൽ ഒരേ പ്ലെയിനിലാണ് എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു വെച്ചു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. The figure shows a beam of light falling on two different surfaces. രണ്ട് സർഫസുകൾ അല്ലെങ്കിൽ രണ്ട് പ്രതലങ്ങളിൽ വീഴുന്ന പ്രകാശരശ്മികളെയാണ് നമുക്ക് ഈ രണ്ട് ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. ചോദ്യം ഇതാണ്. Which type of reflection is represented by figure 1? ഫിഗർ 1 കാണുന്ന ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ പ്രതിപതനം സംഭവിക്കുന്നത് ക്രമമായിട്ടാ. അത്തരത്തിലുള്ള പ്രതിപതനത്തിനെ നമ്മൾ പേരിട്ട് വിളിച്ചു ക്രമപ്രതിപതനം. എന്താ വിളിച്ചത്? ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് വിളിച്ചു. എന്താ സംഭവം? സോ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ലൈറ്റ് റേകൾ വന്ന് തട്ടി തിരിച്ച് പ്രതിപതിക്കുന്നത് റെഗുലർ ആയിട്ടാണ്, ക്രമത്തിലാണ്. സോ ഇവിടെ നടക്കുന്ന പ്രതിപതനത്തിനെ നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനം എന്ന് വിളിച്ചു. എവിടെയാ ഇത്തരത്തിൽ ക്രമപ്രതിപതനം സംഭവിക്കുക? നല്ല സ്മൂത്ത് ആയിട്ടുള്ള മിനുസമുള്ള സർഫസുകളിലാണ് നമുക്ക് ക്രമപ്രതിപതനം സംഭവിക്കുക. ക്ലിയർ അല്ലേ? എന്നാൽ സ്മൂത്ത് അല്ല, നല്ല റഫ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിലോ, നല്ല റഫ് ആയിട്ടുള്ള മിനുസമില്ലാത്ത സർഫസുകളാണെങ്കിൽ അവിടെ സംഭവിക്കുക ക്രമരഹിത പ്രതിപതനമാണ്, ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ്. എന്താ സംഭവിക്കുക? ഇവിടെ നടക്കുന്നത് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആയിരിക്കും, ക്രമരഹിത പ്രതിപതനമായിരിക്കും. ഓക്കെ അല്ലേ? സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫിഗർ 1 നടക്കുന്ന റിഫ്ലക്ഷൻ ഏതാണെന്ന. ഏതാ ഫിഗർ 1? ഇതല്ലേ ഫിഗർ 1? സോ ഫിഗർ 1 നടക്കുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആണ് അല്ലെങ്കിൽ ക്രമപ്രതിപതനമാണ്. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി ഇമേജസ് വിൽ ബി ഫോംഡ് ഇഫ് ദ മിറർ ഈസ് അറേഞ്ച്ഡ് അറ്റ് 30 ഡിഗ്രി? 30 ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ, രണ്ട് ദർപ്പണങ്ങളെ നമ്മൾ 30 ഡിഗ്രി കോണളവുകളിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര ഇമേജുകൾ അല്ലെങ്കിൽ പ്രതിബിംബങ്ങൾ ഉണ്ടാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രതിബിംബങ്ങൾ അല്ലെങ്കിൽ ഇമേജുകളുടെ എണ്ണം നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചത്? നമ്മൾ അവിടെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചു. n = 360 ഡിവൈഡഡ് ബൈ x -1 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്ന ഇമേജുകൾ അല്ലെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞു കോണളവ് x എന്ന് പറയുന്നത് 30 ഡിഗ്രിയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഇമേജുകളുടെ എണ്ണം കണ്ടുപിടിച്ചൂടെ? 360 ഡിവൈഡഡ് ബൈ 30 -1 എടുത്താൽ മതി. 360 ഡിവൈഡഡ് ബൈ 30 എന്ന് പറയുന്നത് 12 ആണ്. 12 - 1 11 ഇമേജുകൾ അല്ലെങ്കിൽ പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണ്. സോ നമ്മൾ ഇവിടെ കണ്ടത് എന്താ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. എന്താ ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കണ്ണാടികളെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നിലധികം റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ആവർത്തന പ്രതിപതനം ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. സോ ഇവിടെ ഒന്നിലധികം കണ്ണാടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നിലധികം കണ്ണാടികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആവർത്തന പ്രതിപതനത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത്തരത്തില് ആവർത്തന പ്രതിപതനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് ഡിവൈസുകളുടെ പേരുകളും ഓർത്തു വെക്കാം. എന്തൊക്കെയാ? ഒന്ന് കാലിഡോസ്കോപ്പ് ആണ്, രണ്ട് പെരിസ്കോപ്പ് ആണ്. സോ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യത ഏറെയുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. താങ്ക് യു ഗൈസ്.